ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എന്താണ് ഏതാണെന്നൊക്കെ എല്ലാവരും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചിയാ സീഡാണ്. ചിയാ സീഡ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ചെയ്യുന്നത്, ബാക്കി പിന്നാലെയുണ്ട്. ഇത് ചിയാ സീഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ തെക്കേ അമേരിക്കയിലും മെക്സിക്കോയിലും കാണപ്പെടുന്ന സിൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടെ ഒരു തരം വിത്താണിത്. ഈ ഒരു ചിയാ സീഡിന് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന പാടുകൾ, ചുളിവുകൾ എല്ലാം മാറി ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണിത്. ഇതിനകത്ത് കാൽസ്യം, സിങ്ക്, അയൺ, ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒക്കെ ഒരു വലിയൊരു കലവറ തന്നെയാണ് ഈ ഒരു കുഞ്ഞൻ വിത്തെന്ന് പറഞ്ഞാൽ. പിന്നെ തക്കാളിയാണ്. തക്കാളി പറയാനാണെങ്കിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, മഗ്നീഷ്യം ഇവയെല്ലാം ഉണ്ട്. നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് മൂന്നും കൂടെ ചേർത്ത് അരച്ചിട്ടാണ് ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഒരു ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇരിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എല്ലാവരും കട്ടിക്ക് തന്നെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഉണങ്ങി അങ്ങനെ അങ്ങ് വലിഞ്ഞ് മുറുകത്തൊന്നുമില്ല, കാരണം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വലിഞ്ഞ് മുറുകുന്ന ഒരു ഇതല്ല. പിന്നെ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് അലർജി ആയിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ചേർക്കുക. ഞാനതിനകത്ത് നോക്കിയിട്ട് അലർജി വരാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ പാല് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പാല് ചിലപ്പോൾ അലർജി ആയിട്ട് ഉള്ളവരായിരിക്കും. അപ്പം പാല് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ അല്ലാതെ തന്നെ പച്ചവെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് പച്ചവെള്ളത്തിൽ കുതിർത്തിട്ട് ടൊമാറ്റോയും ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കുരുക്കളൊക്കെ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാകും. പക്ഷേ ഇത് സൂപ്പറാണ്. ഇത് നമ്മളിങ്ങനെ ഒരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ സ്കിന്ന് കിട്ടും. ഞാനിത് ഒരു 20 മിനിറ്റ് ഒന്നുമല്ല, അതിൽ കൂടുതൽ നേരം വെച്ചു, എന്നിട്ട് പോലും നന്നായിട്ട് ഉണങ്ങി പിടിച്ചില്ല. കുറച്ചൊരു പരുവം വരെ ഉണങ്ങിയിട്ടേ ഉള്ളൂ. നല്ല തണുപ്പാണ് നമ്മുടെ ഫേസിന് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പം ഞാനിത് വന്നിരുന്ന ആ ഒരു ഫേസും ഞാനിത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഫേസും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ കളറിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു പാക്കാണിത്. നമ്മളിതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ ചെയ്യാമെങ്കിൽ നമുക്കൊരു കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോണക്കുള്ള നല്ല ഒരു തിളക്കമാർന്ന ആ പാടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്കിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിൽ കൂടി അറിയിക്കണേ. ഞാൻ ആ പാക്കിട്ട ഭാഗവും പാക്കിടാത്ത ഭാഗവും തമ്മിൽ കണ്ടാൽ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ ഭാഗം നോക്കി ഞാൻ പാക്കിടാത്തടൊക്കെ മങ്ങിയായിരിക്കുന്നത്, അല്ലാതെ നല്ല നിറവുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കള്ളമൊന്നുമല്ല പറയുന്നത്, ഇത് അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഫേസും നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നിറത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ പറ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഈ പായ്ക്ക് എന്താണെന്നും അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാം എല്ലാവരും കണ്ടല്ലോ. ഇതിനകത്തിൽ അലർജിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പാല് മാത്രമേ ഉള്ളൂ. അത് ഈ ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ കുരുക്കളുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ പാല് സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്താണോ അത് ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.